بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, വിശ്വാസികൾക്ക് അവരുടെ സ്വന്തം ശരീരത്തിനേക്കാൾ ബന്ധപ്പെട്ടത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മറ്റൊരായത്തിലൂടെ ഇങ്ങനെ വായിക്കപ്പെടുന്നു: ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളിൽ നിന്നുള്ള പ്രവാചകനാണെന്നും നിങ്ങളിലേക്ക് ഏറ്റവും അലച്ചയുള്ള, ഏറ്റവും ഇഷ്ടമുള്ള, നിങ്ങളുടെ ഹിദായത്തിനെ, നിങ്ങളുടെ നന്മയെ, നിങ്ങളുടെ സുഹൃതങ്ങളെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന നേതാവാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെയാണ് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. എല്ലാവരേക്കാളും ഇഷ്ടം മുത്തനബിയോടാകണം, എന്നാലേ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാവുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉമ്മനേക്കാളും ബാപ്പനേക്കാളും ഭാര്യ ഭർത്താക്കന്മാരെക്കാളും മക്കളെക്കാളും എല്ലാത്തിനേക്കാളും ഇഷ്ടം ഹബീബായ തങ്ങളോടുണ്ടാകണം, എന്നാലേ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാവുള്ളൂ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല തന്നെ പറഞ്ഞതാണ്. വിശ്വാസികൾക്ക് അവരുടെ സ്വന്തം ശരീരത്തിനേക്കാൾ ബന്ധപ്പെട്ടത് മുത്തനബിയാണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ഉമ്മനേക്കാളും ബാപ്പനേക്കാളും അപ്പുറല്ലേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം? എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാകുന്നത്? ആദം നബി മുതൽ ഈസ നബി അലൈഹി സ്വലാം വരെയുള്ള ഓരോ പ്രവാചകന്മാരും അവരവരുടെ കാലഘട്ടത്തിലുള്ള അനുയായികളുമായിട്ട് പ്രബോധനം നടത്തി അങ്ങനെ ബന്ധപ്പെട്ട് ജീവിച്ചവരാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെങ്കിലും ഒരു കാലത്തിലേക്കോ ഏതെങ്കിലും ഒരു സമൂഹത്തിലേക്കുള്ള നേതാവല്ല, അന്ത്യനാൾ വരെയുള്ള പ്രവാചകനാണ്. നമുക്ക് മറ്റൊരു പ്രവാചകൻ വരാനില്ല നേതൃത്വം തരാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഹബീബായ തങ്ങൾ വിശ്വാസികളുടെ എല്ലാ വിഷയത്തിലും ബന്ധപ്പെട്ട, അതല്ലെങ്കിൽ അവർക്ക് അഭയം കൊടുക്കേണ്ട, അള്ളാഹുവിൽ നിന്നുള്ള വലിയ സഹായം എത്തിക്കേണ്ട വലിയ ഒരു സ്ഥാനത്തുള്ള ആളാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഹബീബായ തങ്ങളുടെ മുന്നിൽ സ്വഹാബത്ത് വന്നിട്ട് ഏതെങ്കിലും പ്രയാസം പറഞ്ഞ് ആദിയും വ്യാധിയും എന്ന് പറയുമ്പം അവർക്കെല്ലാത്തിനും പരിഹാരം മുത്തനബി തങ്ങളിലൂടെ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ളൊരു പിടിവള്ളി അവിടുത്തെ സുന്നത്തിനെ ഹയാത്താക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹിന്റെ സുന്നത്തിന് ഇത്തിബാ ചെയ്ത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം മഹാന്മാര് അവരുടെ കിതാബിൽ എഴുതി വെക്കുന്നുണ്ട്: വയതഅക്കദു സ്വലാത്തു അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇൻദൽ ഹമ്മി വൽ കർബ്. എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പം, എന്തെങ്കിലും പ്രയാസം വരുമ്പം, രോഗങ്ങൾ, കടങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, മക്കളെ കെട്ടിക്കാനുള്ള, അതുപോലെ തന്നെ വീട് നിർമ്മിക്കാനുള്ള, അങ്ങനെ എന്തൊക്കെയോ വിഷമങ്ങൾ മനസ്സിൽ അലട്ടുന്ന സമയത്ത് നിങ്ങളെ ഹബീബിന്റെ പേരിൽ സ്വലാത്തിന് നിങ്ങൾ ചൊല്ലണം. അത് പ്രത്യേകം സുന്നത്ത്, മുഅക്കദായ സുന്നത്തുള്ള കാര്യമാണ്. ഹാഷിയത്തു ഷിർവാനിയിൽ മഹാനവറുകൾ പറയുന്നൊരു വിഷയമാണത്. സ്വലാത്ത് ധാരാളമായിട്ട് പതിവാക്കുക. റസൂലുള്ളാഹിന്റെ മേൽ പതിവായിട്ട് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, സ്വലാത്തുകൾ വ്യത്യസ്തമായ പല പേരിൽ അറിയപ്പെടുന്ന സ്വലാത്തുണ്ട്. സ്വലാത്തു നാരിയുണ്ട്, സ്വലാത്തുൽ മുഞ്ചിയുണ്ട്, സ്വലാത്തു തിബ്ബുണ്ട്, അങ്ങനെ പല സ്വലാത്തുകളുണ്ട്. എന്തിനാണ് ആ പേരിൽ അറിയപ്പെടുന്നത്? ഈ വിഷയങ്ങൾ പറഞ്ഞ് നമ്മുടെ കടങ്ങളോ അതല്ലെങ്കിൽ നമ്മുടെ രോഗങ്ങളോ, ഇങ്ങനെ പല ജാതി വിഷയങ്ങൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ അതിന് പരിഹാരം ഉണ്ടാവും. അങ്ങനെ ഓരോന്നിനും പരിഹാരങ്ങളുണ്ട്. എല്ലാത്തിനും പരിഹാരം മുത്തുനബിയിലൂടെ അല്ലാഹു തആല നമുക്ക് തരും. അതിന് നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്തും അല്ലാത്തപ്പോഴും സ്വലാത്തിനെ നമ്മൾ പതിവാക്കണം. സ്വലാത്തിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കണം. സ്വലാത്തിലൂടെ മുത്തുനബി നമ്മളെ അറിയണം. അതിലൂടെ ഖാലിഖായ റബ്ബ് നമ്മളെ പരിഗണിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയിലൂടെ എല്ലാ നിലക്കും ദുനിയാവും ആഖിറവും നമുക്ക് വിജയിപ്പിച്ചു തരുമാറാവട്ടെ.